എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നമ്മുടെ MMHS കൊരട്ടി വിദ്യാലയത്തിൻ്റെ മുന്നിലേക്ക് കയറുന്ന ഭാഗത്താണ് നിൽക്കുന്നത്. ഫ്രണ്ടിലേക്ക് വരുന്ന ഭാഗത്ത് ഇവിടെ ആൾക്കൂട്ടം വരുന്നത് ഇന്ന് കൊരട്ടി സർവീസ് സഹകരണ ബാങ്കിൻ്റെ പൊതുയോഗം നടക്കുകയാണ്. സാധാരണ പൊതുയോഗത്തിൽ വരവ് ചെലവ് കണക്കുകളും മറ്റു കാര്യങ്ങളും അതൊക്കെ അജണ്ടയായിട്ട് അവതരിപ്പിക്കും. അതിനുശേഷം അംഗങ്ങൾക്ക് ഗിഫ്റ്റ് ഐറ്റംസ് എന്തെങ്കിലും കൊടുക്കും. അപ്പോൾ ഞാൻ കയറി വരുന്ന ഭാഗത്ത് ഒരു ഫ്ലാസ്ക് പോലുള്ള ഒരു സംഗതി തല്ലി പൊട്ടിച്ചിട്ടാണെന്ന് കണ്ടു. അപ്പോൾ അതെന്താ സംഭവം എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, ഈ ഫ്ലാസ്ക് വളരെ ഇതെന്തിനാണ് തന്നിട്ടുള്ളത്, ഇത് വളരെ ചുരുങ്ങിയ കാശ് മാത്രമേ ഉള്ളൂ. ഇതിൽ വലിയ ആക്ഷേപങ്ങളാണ് ഇവിടെ ഇത് വാങ്ങിച്ച് കൊണ്ടുപോയിട്ടുള്ള പ്രതിനിധികൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. വളരെ ഇതിന് വേണ്ടിയിട്ടാണോ ഞങ്ങളെ വരുത്തിച്ചത്, ഒരു ദിവസം സമയം ഇതും കാടി കളഞ്ഞ് വരുത്തിച്ചത് ഇതിന് വേണ്ടിയിട്ടാണോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ പൊതുയോഗത്തിൽ പങ്കെടുത്ത ആളുകൾ സംസാരിച്ചിട്ടുള്ളത്. ഇതിവിടെ മാത്രമല്ല, വരുന്നത് മാത്രമല്ല, കൊടുക്കുന്ന കൗണ്ടറിൻ്റെ അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു സ്ഥലത്തും ഈ ഫ്ലാസ്ക് തല്ലി പൊട്ടിച്ചിട്ടുണ്ട്. ഒരു ഫ്ലാസ്ക്കാണ്, ഒരു ചില്ലിൻ്റെ ഫ്ലാസ്ക്, അകത്ത് ചില്ലായിട്ടുള്ള ഫ്ലാസ്ക്. അത് വളരെ ചുരുങ്ങിയ രീതിയിലുള്ള മൂല്യം വരുന്ന ഒന്നാണ്. 10, 20, 30 ഒക്കെ വരുന്ന രൂപയ്ക്കുള്ളതാണെന്നാണ് ഇത് വാങ്ങിച്ച പ്രതിനിധികൾ പറയുന്നത്. എന്തായിരുന്നാലും ആളുകൾക്ക് വലിയ ആക്ഷേപമുണ്ട്. അതാണ് നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത്. എങ്ങനെയുണ്ട് സംഗതി? എന്തൊരു സംഗതി അതിൻ്റെ അകത്ത്? ചില്ല. അത് തുറന്നു നോക്കി കഴിഞ്ഞാൽ കാണാമല്ലോ, നോക്കി. അല്ല, നമുക്കത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മളിത് ആരും കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല എന്തൊരു സംഭവം. പ്ലാസ്റ്റിക് ആണോ, ചില്ലാണോ? അങ്ങനെ തന്നെ ചില്ലാണോ ഉള്ളിൽ? ഇങ്ങനെയുണ്ട് സാധനം, സമ്മാനം സഹകരണ ബാങ്ക് ഇത് കൊടുക്കാണ്ടിരിക്കുക വേണ്ടി ഒരു മനുഷ്യൻ ഇങ്ങനെ വരുന്നത്. അല്ല, ഇത് പൊതുയോഗം പരിപാടിയല്ല നടന്നിരുന്നത്. പൊതുയോഗം പരിപാടിയൊക്കെ നടന്നില്ല എന്ന് വെച്ചിട്ടാണ്. മുൻപൊക്കെ എങ്ങനെ കൊടുക്കാറ്? മുൻപ് കൊടുക്കാറുള്ളത് നല്ല സാധനങ്ങളെ കൊടുത്തോണ്ടിരിക്കും. നല്ല സാധനങ്ങൾ, ഒരു പുതപ്പായാലും ഇതപ്പായാലും എന്തെങ്കിലും കൊടുക്കുന്നുണ്ട്. ഇത് എന്ത് കിട്ടുന്നത് ഇപ്പം ഈ ഫുട്പാത്തുകളിൽ കൊടുക്കണ മാതിരിയുള്ള സാധനങ്ങൾ ഞാൻ കുറ്റം പറയുന്നതല്ല കേട്ടോ. സാധനം എങ്ങനെയുണ്ട്? നല്ല സമ്മാനമാണോ? എങ്ങനെയുണ്ട് സാധനം? ഇതെന്തിട്ട് സംഭവം? അത് ശരി. അപ്പോൾ നിങ്ങളെവിടെ നിന്ന് പറഞ്ഞത്? കൊരട്ടിയിൽ തന്നെ. ഒരു മിനിറ്റ്, ഇത് എങ്ങനെയുണ്ട് സംഭവം? ഈ സഹകരണ ബാങ്ക് ഇത് ഈ സമ്മാനം എങ്ങനെയുണ്ട്? മുൻപ് എന്തൊക്കെയാണ് കിട്ടിക്കൊണ്ടിരുന്നത് ചേച്ചിക്ക് ഓർമ്മയുള്ളത്? 100 രൂപ വരെയുള്ള സാധനം കൊടുക്കാൻ പാടുള്ളൂ എന്നൊരു നിയമമുണ്ട്. ഓ ശരി. അത് വിട്ട് കൊടുക്കാൻ പാടില്ല. ഓക്കെ, നമുക്ക് 100 രൂപ വരെയുള്ള സാധനം കൊടുക്കാലോ. ഓ, ഇതിപ്പോ തീരെ യാതൊരു കാര്യമില്ലാത്തത്. എന്തിനാ? ഇത് ഉള്ളിലെന്തോ ചില്ലോ അതൊക്കെയാണ്. നോക്കിയില്ല, ഒന്ന് തുറന്നു നോക്കിയാൽ ചേച്ചി അതിൻ്റെ ഉള്ളിൽ. എൻ്റെ ചേച്ചിക്ക് പറയാൻ പറ്റില്ലോ. നമ്മളിത് ആരും കുറ്റപ്പെടുത്തുന്നതല്ല. പല സഹകരണ ബാങ്കുകളും പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. കൊരട്ടി സഹകരണ ബാങ്കിന് നമ്മളാരും കുറ്റം പറയണില്ല. വളരെ മോശം ഇപ്രാവശ്യത്തെ ഭരണസമിതി തന്നെ. അത് ശരി. ഇതാണ് സംഭവം. ഇതില് അറിയില്ല. ഓ അത് ശരി. ചേട്ടാ, ഈ സമ്മാനം എങ്ങനെയുണ്ട്? സമ്മാനം മേടിക്കാൻ വേണ്ടി വന്നാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ പെട്രോൾ കാശ് മുതലാവണം. നമ്മളത് സഹകരണ സൊസൈറ്റിയാണ്, ജനങ്ങളുടെ ഏറ്റവും വലിയ സംഭവമാണ്. അതിലുപരി ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. നമ്പർ 1 സംഭവമാണ് ഞങ്ങളുടെ സൊസൈറ്റി. ഇതൊക്കെ സത്യമായ കാര്യങ്ങളാണ്. പക്ഷേ ഈ ഭരണസമിതി ഇപ്പം ചെയ്ത കാര്യം മോശമായിട്ട്. ഇതിലിപ്പോൾ വേറൊരു കാര്യം അറിയാൻ സാധിച്ചേ, 100 രൂപ വരെയുള്ള സമ്മാനം കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. അത് വേണ്ട, ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു ദിവസം ഒരു മനുഷ്യന് ജോലി കഴിഞ്ഞ് ജോലിക്ക് പോയി കഴിഞ്ഞാൽ 1000 രൂപ കിട്ടും. ഒരു സ്ത്രീക്ക് ജോലി പോയി കഴിഞ്ഞാൽ 500 രൂപ കിട്ടും. ഇതൊക്കെ ഞാൻ എൻ്റെ ഭാര്യ അങ്ങനെയാണ്. എൻ്റെ ഭാര്യയ്ക്ക് പോയി കഴിഞ്ഞാൽ 400-450 ജോലിക്ക് കിട്ടും. അത് ഒഴിവാക്കിയിട്ട് ഈ സാധനം മേടിക്കാൻ വന്നത്. മുൻ വർഷങ്ങൾ എന്നിട്ടൊക്കെ കൊടുത്തിരുന്നത് നല്ലതായിരുന്നു. അതൊന്നും ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല. അത് പറയുമ്പോൾ ഇനിയിപ്പോൾ ഇത്രയും പറഞ്ഞില്ല ഞാൻ. ഇതെനിക്ക് വേറെ പണി വേറെ കിട്ടും. അത് ശരി. അത് ഇത് നോട്ട് ചെയ്യേണ്ടത്. ഈ പറഞ്ഞതിന് എനിക്ക് വേറെ പണി കിട്ടുമെന്ന്. വേറെ പണി കിട്ടും. അത് ഉറപ്പണത്. അപ്പൊ ഈ സമ്മാനം മേടിക്കാൻ വന്നപ്പോൾ പണിയും കൂടിയും കിട്ടും. അത് കിട്ടും. ചേട്ടാ, സമ്മാനത്തിൽ സന്തോഷവാനാണോ? അല്ല. എന്താണ് ചേട്ടൻ്റെ ആ മനസ്സിനുള്ള സന്തോഷം ഇല്ലാതെ പോയത്? ഇത് പോരാ. നമ്മൾ ഇത്ര നാള് മെമ്പർഷിപ്പ് എടുത്തിട്ട് വർഷങ്ങളായി. 10-20 വർഷമായി മേലെയുണ്ട്. 25 വർഷത്തോളമായിട്ടുണ്ട്. എന്നിട്ട് അതിൽ വലിയ ഈ സാധനം തന്നെ ഓരോ തവണ. മുൻപ് നല്ല സമ്മാനങ്ങളായിരുന്നു. പ്ലേറ്റ് ഒന്നും ഉപകാരമില്ലാത്ത സാധനം. പെട്ടിപ്പുറത്ത് വയ്ക്കാൻ പറ്റും. വേറെ ഒരു ഉപകാരത്തിന് വിളിക്കാൻ പറ്റാത്ത ഐറ്റം വെച്ചാൽ ഇതൊക്കെ എന്തിനും ഉപയോഗിക്കാൻ പറ്റുക? ഇതൊന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല. അല്ല, 100 ഇവർ പറഞ്ഞു, ഞാൻ 100 രൂപയുള്ള ഇതാ കൊടുക്കാൻ പാടുള്ളൂ നിയമം ഉണ്ടെന്നാണ് പറഞ്ഞത്. 100 രൂപ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. എനിക്കറിയില്ല. ഇത് ബൾക്കായിട്ട് എടുക്കുമ്പോൾ 25 രൂപ ഉണ്ടാവും. ബൾക്കായിട്ട് എടുക്കുമ്പോൾ 25 രൂപ ഉണ്ടാവുമായിരിക്കും. ഇത് അറിയേണ്ടത് തന്നെ വളരെ ചുരുക്കം ആളുകളാണ് അറിയിക്കുന്നത്. വാർഡിന്റെ കമ്മിറ്റിയിലോ അങ്ങനെയൊക്കെ അറിയിക്കണ്ടല്ലോ. അതെങ്ങനെയാണ് നമ്മളറിയാം. ചേച്ചി, ഇവിടെ സഹകരണ ബാങ്ക് ഈ പൊതുയോഗത്തിന് വരുന്നവർക്ക് വേണ്ടി ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. വലിയ ആക്ഷേപം ആണ് പലരും ഉന്നയിച്ചിട്ടുള്ളത്. ചേച്ചിക്ക് എന്താ തോന്നണേ?
എനിക്ക് വളരെ മോശമായിട്ട് തോന്നി, തൃപ്തിയായില്ല. എന്താണ് അങ്ങനെ പറയാൻ കാരണം? എന്തായിരുന്നു ബാങ്കിന് ഇത്ര ലാഭം ഉണ്ടായിട്ട് ഇത്രയൊരു നമ്മൾ ഈ കൊച്ചുങ്ങൾക്ക് കളിപ്പാട്ടം കൊടുക്കുന്ന പോലെ എനിക്കത് ഫീൽ ചെയ്തത്. എനിക്ക് വളരെ ഇഷ്ടമായില്ല. ഞാൻ എൻ്റെ കാര്യം തുറന്നു പറയുന്നു, ഇത്രയേ ഉള്ളൂ. താങ്ക് യു. ഇങ്ങനെ വേണം വീട്ടമ്മമാരായാലും അവരവർക്കുള്ള എന്ത് ആയിക്കോട്ടെ പോസിറ്റീവായുള്ള പ്രതികരണം പറയാനായിട്ട് ലാഭമുള്ള ബാങ്കിന് ഇതിലും നന്നായിട്ട് ഒരു സമ്മാനം കാഴ്ചവെക്കായിരുന്നു. വളരെ മോശമാണ്. കൊരട്ടി സർവീസ് സഹകരണ ബാങ്ക് ആയാലും മറ്റേത് നിലവിൽ ഉള്ള ലീഡ് ബാങ്കുകൾ പ്രവർത്തന കാര്യങ്ങളിൽ ലീഡ് ബാങ്കുകളുള്ള എല്ലാ ബാങ്കുകളും തന്നെ 100 രൂപ വരെ വിലയുള്ള റിഫ്രഷ്മെൻറ്റ്, അതായത് പൊതുയോഗത്തിൽ പങ്കെടുക്കുന്ന അംഗങ്ങൾക്ക് റിഫ്രഷ്മെൻറ്റ് കൊടുക്കാൻ ആവശ്യമായ വ്യവസ്ഥ സഹകരണ വകുപ്പ് തന്നെ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അത് പ്രകാരം 100 രൂപ വരെ വിലയുള്ള, അല്ലെങ്കിൽ 100 രൂപ സംഖ്യയായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ 100 രൂപ വില വരുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഗിഫ്റ്റ് ഒരു സമ്മാനമായിട്ട് പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നവർക്ക് കൊടുക്കാൻ സഹകരണ വകുപ്പിന് കഴിയും. പക്ഷേ ഇവിടെ കൊടുത്തത് കേവലം 20 രൂപ വിലയുള്ള 2 തരം പാത്രമാണ്. അവിടെയാണ് അതിന്റെ വിവേചനം. രാവിലെ മുതൽ 2 തരം പാത്രങ്ങൾ ഇവിടെ വിതരണം ചെയ്തു വന്നു. അതിനിടയിൽ ഒരു പാത്രത്തിന്റെ കൊടുക്കൽ നിർത്തി, ഒരു ബൗളായിരുന്നു, അത് നിർത്തി. പിന്നെ എല്ലാവർക്കും തന്നെ 20 രൂപ വിലയുള്ള ഒരു ചില്ലുകുപ്പി, അതൊരു പാക്കറ്റിലൊക്കെ ആക്കി ഭംഗിയായി കൊടുത്തു എന്നല്ല, അതിനപ്പുറം 20 രൂപയ്ക്ക് അപ്പുറം വിലയുള്ളതായിട്ട് ഒരാൾക്കും, സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്കും അതിൻ്റെ വില കൽപ്പിക്കാൻ കഴിയില്ല. 20 രൂപയ്ക്ക് അപ്പുറം അതിന് വിലയില്ല എന്നുള്ള കാര്യം വാസ്തവമാണ്. അതൊരു കാര്യം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ അവതരിപ്പിക്കപ്പെട്ട വരവ് ചെലവ് കണക്കിൽ കൃത്യമായും ലാഭനഷ്ടപ്രകാരമുള്ള, അതായത് 10-ാം പേജിൽ 12-ാമത്തെ നമ്പറായി ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ള ലാഭനഷ്ട പ്രകാരമുള്ള കണക്ക് ഇവിടെ വായിക്കേണ്ടായി. 7,46,86,940 രൂപ ഈ സഹകരണ സംഘം ഇപ്പം നഷ്ടത്തിലാണെന്ന് പറയുന്നത്. ഈ സഹകരണ സംഘത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഏതാനും മാസങ്ങളെ ആയിട്ടുള്ളൂ. ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ ഇവർ ഭരിക്കുന്ന കക്ഷി പറഞ്ഞു പറ്റിക്കാൻ വേണ്ടി ശ്രമിച്ചത് ഇത് ഈ ജില്ലയ്ക്കകത്തെ ഏറ്റവും മികച്ച ബാങ്കാണ്, വലിയ ലാഭത്തിലാണ് എന്നാണ് പറയാൻ ശ്രമിച്ചത്. പക്ഷേ ഇപ്പോൾ കണക്ക് യഥാർത്ഥത്തിൽ അവതരിപ്പിച്ച് വന്നപ്പോൾ ഈ പറഞ്ഞ 7,46,00,000 ചില്ലാൻ രൂപ നഷ്ടത്തിലാണ് എന്ന് അവതരിപ്പിക്കപ്പെട്ട കണക്ക്, ഇന്ന് പാസ്സാക്കിയ കണക്ക്, ഇന്നത്തെ പൊതുയോഗത്തിൽ പാസ്സാക്കിയ കണക്ക് പ്രകാരം 7.5 കോടി രൂപ നഷ്ടത്തിലാണ് ഈ സഹകരണ സംഘം. ഞങ്ങൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവരാണ്. ഈ നിലവിലുള്ള പാനലിനെതിരായിട്ട്, ഭരണകക്ഷിക്കെതിരായിട്ട് മത്സരിച്ചവരാണ്. ഒരു സ്വതന്ത്ര പാനൽ വെച്ചുകൊണ്ട് മത്സരിച്ച ആ പാനലിൻ്റെ ഒരു പ്രധാന ചുമതലക്കാരൻ കൂടിയാണ് ഞാൻ. ഞങ്ങൾ ഈ വിഷയങ്ങൾ പറഞ്ഞിരുന്നു. ഒന്ന്, ഈ സംഘത്തിനകത്ത് അനധികൃതമായി നൽകിയിട്ടുള്ള, വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി നൽകിയിട്ടുള്ള വായ്പകൾ, ആ വായ്പകൾ സംബന്ധിച്ച വലിയ ആക്ഷേപം ഞങ്ങൾ ഉന്നയിച്ചിരുന്നു. ആ ആക്ഷേപങ്ങൾ ശരിയാണെന്ന് ഏതാണ്ട് കാലം തെളിയിക്കുകയാണ്. ഇന്നിവിടെ ഈ പൊതുയോഗത്തിനകത്ത് 14ഓളം വരുന്ന ആളുകൾ, 50 ലക്ഷത്തിന് മുകളിൽ വായ്പ എടുത്ത 14ഓളം വരുന്ന ആളുകളുടെ വായ്പ തിരിച്ചു കിട്ടാനുണ്ട്. ഒരു കാരണവശാലും അത് തിരിച്ചടവിലേക്ക് വരുന്നില്ല. അതിൻ്റെ ഭാഗമായി, അത് നിസ്സാര ലോണല്ല, 50 ലക്ഷത്തിന് മുകളിലുള്ള ലോണാണ്. ആ ലോൺ ഞങ്ങളുടെ അറിവ് ശരിയാണെങ്കിൽ ഈ പഞ്ചായത്ത് പരിധിക്കപ്പുറം ഈ സഹകരണ ബാങ്കിന് ഒരു പ്രവർത്തന പരിധിയുണ്ട്. അത് ഈ കൊരട്ടി പഞ്ചായത്തിനകത്ത് ഇപ്പം നിലവിലുള്ള 19 വാർഡിൽ സ്വന്തമായി സ്ഥലമോ വീടോ താമസമോ ഉള്ളവർക്കാണ് യഥാർത്ഥത്തിൽ ഈ സഹകരണ ബാങ്കിൽ മെമ്പർഷിപ്പ് കൊടുക്കാൻ പാടുള്ളൂ, ലോൺ കൊടുക്കാൻ പാടുള്ളൂ, ക്രയവിക്രയം പാടുള്ളൂ, കൊടുക്കൽ വാങ്ങൽ പാടുള്ളൂ എന്ന വ്യവസ്ഥയുണ്ട്. പക്ഷേ 50 ലക്ഷത്തിന് മുകളിൽ വരുന്ന സംഖ്യ പഞ്ചായത്തിൻ്റെ പരിധിക്ക് പുറത്ത് ചില വൻകിട വ്യവസായികൾക്ക്, ചാലക്കുടിയിലെ ചില പ്രമുഖരായ കച്ചവടക്കാർക്ക് ഈ സഹകരണ ബാങ്കിൽ നിന്നും അനുവദിച്ചു എന്ന വിവരം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതെല്ലാം അടങ്ങുന്നതാണ് ഈ ബാങ്കിൻ്റെ നഷ്ടം. അത് കിട്ടാക്കടായിട്ട് മാറുന്നു. അതിന്റെ ഭാഗമായിട്ടുള്ള നഷ്ടം ഈ സഹകരണ സംഘത്തിനുണ്ട്. അതാണ് 7.5 കോടി രൂപയുടെ. അതിനെതിരായിട്ട് ഞങ്ങൾ പരാതി നൽകും. പരാതി ഞങ്ങൾ AR ഓഫീസിൽ ഉന്നയിച്ചിട്ടുണ്ട്. അങ്ങനെ അനധികൃതമായി നൽകിയിട്ടുള്ള ലോണിനെ സംബന്ധിച്ച്, വായ്പകളെ സംബന്ധിച്ച്, തിരിച്ചുപിടിക്കാൻ പറ്റാത്ത വായ്പകളെ സംബന്ധിച്ച ആക്ഷേപം ഞങ്ങൾ AR ഓഫീസിൽ ഇതിനോടകം ഉന്നയിച്ചിട്ടുണ്ട്. അതിന് മറുപടി കിട്ടുമ്പോൾ അത് ഈ നാട്ടിലെ ജനങ്ങളെ, സഹകാരികളെ അറിയിക്കാൻ, ഇനി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സഹകാരികളെ അറിയിക്കാൻ ആവശ്യമായ ക്യാമ്പയിനിലേക്ക് ഞങ്ങൾക്ക് കടക്കേണ്ടി വരും. അത് നിശ്ചയമായും ബഹുജനങ്ങളെ അറിയിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ജനാധിപത്യമില്ല, ഇവിടെ മെമ്പർഷിപ്പ് നൽകുന്നില്ല.
ആ കാര്യം ഇന്നത്തെ പൊതുയോഗത്തിന് അകത്ത് ഉന്നയിച്ചു. നാളെ മുതൽ മെമ്പർഷിപ്പ് സ്വീകരിക്കുമെന്നാണ് പ്രസിഡന്റ് മറുപടി പറഞ്ഞിട്ടുള്ളത്. ആ മറുപടിയിൽ നിന്നുകൊണ്ട്, അതിൻ്റെ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട്, അതിൻ്റെ അന്തസ്സിൽ നിന്നുകൊണ്ട് ഇതുവരെ നിഷേധിക്കപ്പെട്ട മെമ്പർഷിപ്പ് നാളെ മുതൽ കൊടുക്കാൻ ഇവർ തയ്യാറാവണം. ജനാധിപത്യം ഉണ്ടാവണം ഈ സഹകരണ ബാങ്കിനകത്ത് എന്നുകൂടി വിഷയം കൂടി ഉന്നയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ 7.5 കോടി രൂപയുടെ നഷ്ടം എന്ന് പറയുന്ന കണക്ക് അവതരിപ്പിച്ചതിലൂടെ ഈ പ്രതിസന്ധി നാളെ മുതൽ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. ഡിവിഡൻഡ് നാളെ മുതൽ ന്യായമായി ലഭിക്കേണ്ട ഡിവിഡൻഡ് ഇല്ല എന്ന് പറയുന്ന വസ്തുത കൂടി ജനങ്ങൾ മനസ്സിലാക്കി പോകേണ്ടതുണ്ട്. എന്തായിരുന്നാലും കൊരട്ടി സർവീസ് സഹകരണ ബാങ്കിൻ്റെ പൊതുയോഗത്തിൽ സംബന്ധിച്ച് മടങ്ങുന്നവർക്ക് വലിയ ആക്ഷേപങ്ങളാണ് ഇപ്പോൾ പറയാനുള്ളത്. ഈ സമ്മാനത്തെ പറ്റിയും വലിയ ആക്ഷേപങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എറിഞ്ഞ് തല്ലി പൊട്ടിക്കുന്നു. എന്തിനാണ് ഈ സമ്മാനം ഞങ്ങൾക്ക് തന്നത്? ഇതിനേക്കാളും ഭേദം 100 രൂപ തന്നുകൂടെ? ഇത് മുന്നേ കൂട്ടി പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ വരുമോ എന്നുള്ള വലിയ ആക്ഷേപങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഭരണസമിതി എന്ന നിലയ്ക്ക് ഭരണസമിതി പറയണത് ഇതുമായി ബന്ധപ്പെട്ട് സമ്മാനങ്ങൾ ഏത് സമയത്ത് കൊടുക്കുമ്പോഴും ഇത്തരം പരാതികളുണ്ടാവും. കഴിഞ്ഞ തവണ സ്റ്റീൽ പാത്രം കൊടുത്തപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള പരാതികളുണ്ടായി. അപ്പോൾ ബാങ്കിന് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള മികച്ച സമ്മാനങ്ങൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇത് പരാതി എല്ലാ വർഷവും ഇതുപോലെ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. അത് പ്രതിപക്ഷം എന്ന നിലയ്ക്കും ബാങ്കിനെ എതിർക്കുന്നവരും സ്ഥിരമായിട്ട് പരത്തുന്ന ഒരു സംഗതി മാത്രമെന്നാണ് ഭരണസമിതിയിൽ ഭാഗത്തുനിന്ന് അറിയാൻ സാധിച്ചത്. എന്നിരുന്നാൽ തന്നെയും ജനങ്ങളുടെ ആക്ഷേപങ്ങൾ മനസ്സിലാക്കി അടുത്ത വർഷം പൊതുയോഗം നടത്തുമ്പോൾ തന്നെ കുറച്ചുകൂടെ നല്ല സമ്മാനങ്ങൾ കൊടുക്കണം, ഗിഫ്റ്റ് കൊടുക്കണം എന്ന് തന്നെയാണ് ജനങ്ങളുടെ ആവശ്യം. നന്ദി, നമസ്കാരം.